ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് നമുക്ക് CPVC MTA ഇട്ടുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരിക്കലും വരാൻ ചാൻസ് കുറവാണ്. എങ്കിലും നമുക്ക് നോക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ചിലർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാകുന്നത്. നമ്മളിപ്പം CPVCയുടെ നമ്മൾ 20 mm MTA ആണ് എടുത്തേക്കുന്നത്. നമ്മൾ ജോൺസൻ്റെ കൺസീൽഡ് സ്റ്റോപ്പ് കോക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവർ പറയുന്നത് 10 ഇയർ വാറൻറ്റി ഉണ്ട്, സ്റ്റോപ്പ് കോക്കിന് 10 ഇയർ വാറൻറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർ ബോക്സിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. MRP വരുന്നത് ഇത് 2 പീസാണ് ഇതിൻ്റെ അകത്ത്, ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ MRP വരുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് 2080 ആണ് വരുന്നത്. അതായത് ഒരെണ്ണത്തിന് 1040 എന്നുള്ള രീതിയിലാണ് MRP കൊടുത്തേക്കുന്നത്. 1040 ഇല്ല, ഹോൾസെയിൽ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കുറവാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് ഈ ജോൺസൻ്റെ കൺസീൽഡ് സ്റ്റോപ്പ് കോക്കിലാണ് നമ്മൾ ഇപ്പം MTA സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന നേരത്തെ, അതായത് പിന്നെ UPVC ആണെന്നുണ്ടെങ്കിൽ, സാധാ PVC പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് പൈപ്പ് മേടിച്ച് ഓട്ടോമാറ്റിക്കലി അത് ത്രെഡ് ചെയ്ത് പോകുമായിരുന്നു. CPVC ആയതുകൊണ്ട് നമുക്ക് ത്രെഡ് MTA തന്നെ വേണം, മെയിൽ അഡാപ്റ്റർ തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് കോക്കുകൾ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫുൾ ബ്രാസാണ്, ജോൺസൻ്റെ ഫുൾ ബ്രാസ്ഡായിട്ടുള്ള കൺസീൽഡ് സ്റ്റോപ്പ് കോക്കാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ അവർ അതിനൊരു ക്യാപ്പും ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ജോൺസൻ്റെ അതിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനൊരു ക്യാപ്പ് വെച്ചേക്കുന്നത്. കാരണം ഇത് നല്ലതാണ്. ടൈല് ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ നീഡിലിൻ്റെ അകത്ത്, അതായത് ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന നീഡിലിൻ്റെ അകത്ത് ചാന്തോ ഗ്രൗട്ടോ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനൊരു ക്യാപ്പ് ചെയ്തേക്കുന്നത് ഒരു ബെറ്ററായിട്ടൊരു കാര്യം തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഹാൻഡിലും ആമും ഊരി മാറ്റിയിട്ട് നമ്മൾ പിന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റി അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ അടിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജോൺസൻ്റെ ആയതുകൊണ്ട് ഇങ്ങനൊരു അവരൊരു ഫെസിലിറ്റീസ് കൊടുത്തത് വളരെ നല്ലൊരു ഉപകാരപ്പെട്ടൊരു കാര്യം തന്നെയാണ്, ഇങ്ങനൊരു ക്യാപ്പ് ഇട്ടത്. അപ്പോൾ ഈ ക്യാപ്പിനനുസരിച്ചാണ് ആമും വരുന്നത്. അപ്പം ടൈലുകാർക്ക് ഈ ഗ്യാപ്പിലുള്ള സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതേപോലെ MTA എടുക്കുക. നമ്മൾ CPVCയുടെ MTA എടുക്കുന്നു. MTA എടുത്തിട്ട് രണ്ട് സൈഡിലും, അതായത് സ്റ്റോപ്പ് കോക്കിൻ്റെ 2 സൈഡിലും ഇതേപോലെ പിരിച്ച് കയറ്റണം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്, ഈ ഫുൾ ത്രെഡ് നമ്മൾ കയറുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ബെൻഡ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ത്രെഡിങ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതിൽ തന്നെ ആരോ കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ട് പോകാനുള്ള ആരോ, വെള്ളം ഏത് രീതിയിലാണ് കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആരോ മാർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കോട്ടൺ വേസ്റ്റും അതേപോലെ ഷെല്ലാക്കുമാണ്. ഷെല്ലാക്ക് തന്നെ അടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം CPVCയുടെ ഗമ്മ് അടിച്ചിടുന്നവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ബെറ്ററായിട്ട് ഷെല്ലാക്കാണ് നല്ലത്. കാരണം ഇത് അരഞ്ഞ് കടിച്ച് പിടിച്ച് അതിൻ്റെ അകത്ത് കിടന്നോളും. കാരണം ഇത് വേസ്റ്റ് അരഞ്ഞ് ഇതേപോലെ ചേർന്ന് അങ്ങനെ കടിച്ചു പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ MTAക്കകത്ത് ആ ത്രെഡിൻ്റെ അകത്ത് ഓവറായിട്ടല്ലാത്ത രീതിയിൽ നമ്മൾ കോട്ടൺ വേസ്റ്റ് ചുറ്റിയിട്ട് ഷെല്ലാക്ക് ഇതേപോലെ തേച്ച് കൊടുക്കുക, കട്ടിക്ക് തേച്ച് കൊടുക്കുക. അതേപോലെ നമ്മൾ എടുക്കുന്ന സ്റ്റോപ്പ് കോക്കിലും ചെറുതായിട്ടൊന്ന് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് കറക്കി ഇച്ചിരി ഷെല്ലാക്ക് തേക്കുന്നത് ഉചിതമായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊടുക്കണം. കാരണം പിന്നെ ഇത് നമ്മൾ പൈപ്പ് റേഞ്ചിനിട്ട് പിടിക്കുമ്പോൾ അത് എല്ലാ സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അകത്തും കൂടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കൈ ടൈറ്റിൽ നമ്മൾ ആദ്യമേ ഒന്ന് കയറ്റി നോക്കണം, കാരണം പാരലായിട്ടാണോ അത് പോകുന്നത് എന്നുള്ളത്. അതിനുശേഷം പൈപ്പ് റേഞ്ച് എടുത്തിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യണം, ഇതേപോലെ മുറുക്കണം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ MTA പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്, പൊട്ടിപ്പോകും. അതുകൊണ്ട് ഓവർ ടൈറ്റ് ചെയ്യരുത്, ഒരു മീഡിയം ടൈറ്റ് ചെയ്യുക. കാരണം ഇത് അരഞ്ഞ് ചേരുമ്പോൾ, അതായത് നമ്മൾ ഇത് മുറുക്കുന്ന സമയത്ത് നമ്മൾ വെച്ച വേസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ വെളിയിലോട്ട് തെള്ളി വരും. ഇങ്ങനെ വെളിയിലോട്ട് തെള്ളി വരുന്ന ഭാഗങ്ങൾ എടുത്ത് കളയേണ്ട ആവശ്യകതയില്ല. അത് ഈ റൗണ്ടിന് വേണ്ട ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി തേച്ച് വെക്കുന്നത് അതിനൊരു കവചമായിട്ട് തന്നെ ഇരുന്നോളും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതേപോലെ കോട്ടൺ വേസ്റ്റ് എടുത്ത് ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് ഷെല്ലാക്ക് കൊണ്ട് തേച്ച് ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കുന്നത് ബെറ്ററാണ്. കാരണം ഒരു സൈഡിൽ കൂടെ അതായത് വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് തീർത്ത് അടുത്ത സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് കൊണ്ട് അടിച്ചിട്ട് നമ്മൾ ഷെല്ലാക്ക് തേച്ച് നമ്മൾ പൈപ്പ് റേഞ്ച് കൊണ്ട് നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്യണം. വീണ്ടും പറയുന്നത്, ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അപ്പം അതുകൊണ്ട് അത് വേസ്റ്റായിട്ടാണ്.
അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 2 സൈഡും വേസ്റ്റ് കൊണ്ട് ഷെല്ലൊക്കെ അടിച്ച് നമ്മൾ MTA സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ, അതിൻ്റെ വെളി സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് ഷെല്ലാക്ക് തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആരോ മാർക്ക് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. കാരണം മേപ്പോട്ടുള്ള ആരോ മാർക്ക് നോക്കി വേണം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ സെറ്റ് ചെയ്തതിപ്പം കാണിക്കാം. ഇതിന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഷെല്ലാക്ക് അടിച്ച് വെക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഒരു കാരണവശാലും ഇത് കൺസീൽഡിങ് ആയതുകൊണ്ട് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സെറ്റ് ചെയ്ത് ഈ ക്യാപ്പ് വിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ ക്യാപ്പിൻ്റെ അളവിലാണ് ഔട്ട് സൈഡ് നമുക്ക് ഇത് വരുന്നത്, ടൈൽ കനം വരുന്നത്. അപ്പം തൊട്ട് മുകളിലായിട്ടാണ് ഷവറിൻ്റെ ഇത് പോകുന്നത്. അപ്പം സ്റ്റോപ്പ് കോക്കിൻ്റെ ആരോ മാർക്ക് നോക്കിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ സെറ്റ് ചെയ്യരുത്. കറക്റ്റ് മേപ്പോട്ട് തന്നെ ആരോ മാർക്ക് ഇരുന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് MTA ഇട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഷെല്ലാക്ക് അടിച്ച് തന്നെ ചെയ്യുക. ഷെല്ലാക്കാണ് ഏറ്റവും ബെറ്റർ. ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.